അന്തരിച്ച സംഗീത സംവിധായകൻ എം.ജി. രാധാകൃഷ്ണന്റെ വീടിന് മുന്നിലെ മതിൽ ഇടിഞ്ഞു വീണു. തിരുവനന്തപുരം തൈക്കാട് ശാസ്താ ക്ഷേത്ര റോഡിലാണ് സംഭവം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുഴിയെടുത്തതിനെ തുടർന്നാണ് മതിലിടിഞ്ഞത്. ജിബിൻ ജെ.ബി. വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ജിബിൻ, പ്രധാനപ്പെട്ട റോഡാണോ ഇത്? മതില് ഇടിഞ്ഞതിനു ശേഷം ഗതാഗത തടസ്സം ഉണ്ടോ ഈ റോഡിൽ ഇപ്പോൾ? ഈ ഒരു റോഡിൽ നമ്മുടെ തലസ്ഥാന നഗരയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി മിക്ക ഇട റോഡുകളിലും ഇപ്പോൾ പണി നടക്കുകയാണ്. അവിടെ എല്ലാം സംഭവിക്കുന്ന അതേ കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കുന്നത്. പല വീടുകളുടെയും മതിലോട് ചേർത്താണ് ഇവർ കുഴിയൊക്കെ തന്നെ എടുക്കുന്നത്. അത്തരത്തിൽ അതായത് എം.ജി. കൃഷ്ണൻ റോഡിൽ തന്നെ ഈ അതായത് ഇവരുടെ എം.ജി. രാധാകൃഷ്ണൻ്റെ വീടിന് സമീപത്തായുള്ള മറ്റൊരു വീടിൻ്റെ മതിലും കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ സമാന രീതിയിൽ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം തകർന്നു വീണിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് ഇവിടെയും സംഭവിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി ഈ വീടിൻ്റെ അതായത് ഈ വീടിന് കുറച്ച് കാലപ്പഴക്കമുണ്ട്. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് മാത്രമാണ് റിനോവേഷനൊക്കെ നടക്കുകയും എം.ജി. രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ ഒരു ശിലയൊക്കെ ഇവിടെ സ്ഥാപിച്ചിരുന്നു. ആ ഒരു ശിലയോടൊക്കെ ചേർത്താണ് ഇന്ന് ഇത്തരത്തിൽ രാവിലെയോടുകൂടി തന്നെ ഈ ഒരു ഓടയ്ക്കായി ഒരു കുഴിയെടുത്തത്. അതായത് ഈ പഴയ വീടാണെങ്കിലും ഇത്തരത്തിൽ 2 മാസം മുമ്പ് നവീകരിച്ച മതിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. എം.ജി. രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഈ പണി പുരോഗമിക്കുന്നത് ഒരു യുക്തിയുമില്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്നത്? യാതൊരു മുന്നറിയിപ്പും ഈ വീട്ടുകാർക്ക് സംബന്ധിച്ച് കൊടുത്തിരുന്നില്ല. അതായത് ഈ ഒരു വീടിൻ്റെ അതിലോട് ചേർന്ന് ഒരു ഓട നിർമ്മാണത്തിനെ കുഴിയെടുക്കുന്ന തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പും വീട്ടുകാർക്ക് മുൻകൂട്ടി ഇവർ നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു മതിൽ ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ തന്നെ വീടിൻ്റെ മതിൽ മറിഞ്ഞു വീണതുകൊണ്ടാകാം എല്ലാവരും അധികൃതരെല്ലാം തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു റോഡിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ വണ്ടി മാറ്റാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയറും ഈ ഒരു റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ എന്തായാലും ഇപ്പോൾ ഈ ഒരു മറിഞ്ഞു വീണ മതിലിൻ്റെ പണികളൊക്കെ തന്നെ അവർ ചെയ്ത് നൽകാമെന്നുള്ള കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സമീപത്തായി തന്നെ മറ്റൊരു വീടിൻ്റെ മതിലും 2 ദിവസം മുമ്പ് മറിഞ്ഞിരുന്നു. പക്ഷേ അവിടെ സമാന രീതിയിൽ ആരും എത്തുകയോ അവർക്കത് പൂർണ്ണമായി നിർമ്മിച്ച് നൽകാമെന്നുള്ള തരത്തിലുള്ള യാതൊരു കാര്യവും അവരോട് ആരും പറഞ്ഞിട്ട് പോലുമില്ല. അത് ബേസ്മെന്റ് മാത്രം നിർമ്മിച്ച് നൽകാമെന്നാണ് ആ സമീപത്തെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ തന്നെ വീടായതുകൊണ്ടായിരിക്കാം എല്ലാവരും കൃത്യസമയത്ത് തന്നെ സ്ഥലത്തെത്തുകയും ഈ ഒരു പൂർണ്ണമായി പൊളിഞ്ഞ മതിലൊക്കെ തന്നെ നിർമ്മിച്ച് നൽകാമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്.